പൊന്നു തരണി, നീ പുറത്തിറങ്ങുമ്പോഴെങ്കിലും എന്റെ മുഴുവൻ പേരെ വിളിച്ചൂടെ? ഇതിപ്പോ നാട്ടുകാരി കേൾക്കുമ്പോ ആമ്പലയുടെ പേരെന്നേ തോന്നും. അയ്യടാ, അമ്പലായതുകൊണ്ട് എന്താ പെണ്ണിന്റെ ഇടക്കോ ഒതുക്കോ വീട്ടിൽ കയറി ശരിക്കും അങ്ങോട്ട് തന്നെ. എന്നിട്ട് അവളുടെ ഒരു ജാട. ഈ പെണ്ണ് അല്ല, നീ എന്തിനു വിളിച്ചത്? അതോ, നീ വന്നേ ഒരു കാര്യം കാട്ടിത്തരാം. ഇവിടെ നീ വാ വേഗം. നീ ഇങ്ങോട്ട് നോക്കി, നിന്റെ ചെക്കൻ കാര്യമായിട്ടുള്ള എന്തോ ചർച്ചയിലാണ്. അല്ല പക്ഷു, നീ കാര്യമായിട്ട് ചോദിക്കുക, നീ എന്നാടി നിന്റെ പ്രണയം പുള്ളിക്കാരനോട് പറയുന്നത്? ഇത് വല്ല നടക്കോ? അതോ പിന്നെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. നീ നിൽക്കുന്ന പുള്ളിക്കാരൻ എന്റെ സ്വന്തമാകുന്ന ഒരു ദിവസം വരും, നീ നോക്കിക്കോ, അത് ഉടനെ നടക്കും. അച്ചോടാ, നീ ആദ്യം പുള്ളിക്കാരന്റെ മുഖത്ത് നോക്കി ഇഷ്ടം പറയാൻ നോക്ക്, എന്നിട്ട് മതി. നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ തരുണി, നീ ഒന്ന് വന്നേ. വാ പോകാം, എന്നാലല്ലേ വൈകുന്നേരം വരാൻ പറ്റും. ഇത് തന്നെ എല്ലാ ദിവസവും. ഓയ് തേജു ചേട്ടാ, ആൾക്കാരെ വരുന്നവരുടെ കണക്കെടുക്കാതിരിക്കുന്നു. മൊത്തത്തിൽ എത്ര പേരായി? എന്റെ പ്രശ്നം അതേടി, നിന്നെ കൂടെ കൂട്ടി 999. എന്തേലും കുഴപ്പമുണ്ടോ? ഞാനേ എന്റെ ഏട്ടനോടാ ചോദിച്ചത്, അല്ലാണ്ട് ആൾത്തറ ഇടിഞ്ഞു വീഴുമ്പോ താങ്ങാൻ നിൽക്കുന്ന തന്നോടല്ല. ആഹാ, ആണോ? എന്നാ ആൾത്തറ ഇടിഞ്ഞു വീഴാറാകുമ്പോ ഞാൻ നിന്നെ വിളിച്ചു പറയാം, ഒന്ന് താങ്ങാൻ വേണ്ടിട്ടു നീ കൂടെ ഒന്ന് വരണം കേട്ടാ. പോടോ ഫോറസ്റ്റ് ഹെന്നെ. അത് നിന്റെ ഒന്ന് പോയടി പെണ്ണെ. എടാ, എന്താണ് ഒന്ന് നിർത്തിയ കൊച്ചു പിള്ളേരെ പോലെ? അത് ശരിയാ ചേട്ടാ, ഇയാൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനൊന്നും അറിയത്തില്ല. നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട കേട്ടോ. എടാ, ഒന്നും മിണ്ടായിരിക്കണേ. നീ ഇവിടെ വിളിച്ചോണ്ട് പോയേ. എന്റെ പൊന്ന് കരുണി, മതി, ഇങ്ങോട്ടൊന്ന് വന്നേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ ഫോറസ്റ്റ് ഹെന്നെ? ഒന്ന് പോടി പെണ്ണെ. നിനക്ക് എന്തുവാടാ കൊച്ചു പിള്ളേരെ പോലെ? നീ ഇത് കണ്ടില്ലേ തേജു? വായ്ക്ക് ചുറ്റും മാക്കം വെച്ചോണ്ട് നടക്കുക. ഓ, നീ അത്രയ്ക്ക് മോശമല്ലേ? എന്തായിരുന്നടാ നീ? അവള് പറഞ്ഞത് മൊത്തം കേട്ടില്ലേ? കഴുത്തിന് ചുറ്റുവാ നാക്ക്, വായ്ക്ക് ചുറ്റുമല്ല അവിടെ. അവൾ ചേച്ചി നോക്കിയ അവൾ എന്ത് പാവാ, പാവം ഒരു കൊച്ച്. അതിനെ പറയിപ്പിക്കാൻ വേണ്ടി. അത് പിന്നെ അങ്ങനെ ആവില്ലടാ. ഒരു കുടുംബത്തില് ഒരെണ്ണം സൈലന്റ് ആണെങ്കിൽ മറ്റേത് കൃത്യമായിട്ട് ആറ്റം ബോംബ് തന്നെയായിരിക്കും. പൊട്ടിത്തെറിച്ചത് തന്നെ. എന്തായാലും അവര് പോയില്ലോ. പോയത് നന്നായി. എന്തായാലും എത്തിയ അമ്പലത്തിലെ ദേവാലയം കഴിഞ്ഞിട്ട്. ഓ തള്ള രാവിലെ തന്നെ കഴിപ്പാണല്ലോ. മിണ്ടാതിരിക്കേ. അക്ഷു പോയി ഡ്രസ്സ് മാറ്റിട്ട് വാ, പിടിപ്പത് പണി നടക്കുക. ശരി അമ്മ, ഞാൻ ഡ്രസ്സ് മാറ്റിട്ട് വേഗം വരാം. തരുണി, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ല മോളെ, പോയ കാര്യം എന്തായി? വല്ലതും നടക്കുവോ? ബെസ്റ്റ്, നിങ്ങളൊരു തള്ളയാണോ തള്ളേ? മിണ്ടായിരിക്കടി. കാര്യം ചോദിക്കുമ്പോ അവിടെ ഒരു എന്തായെന്ന് നീ പറയാൻ അങ്ങോട്ട്. എന്റെ പൊന്ന് തള്ളേ, അല്ല എന്റെ പൊന്നമ്മക്കുട്ടി, ഈ അടുത്ത കാലത്തൊന്നും അതൊന്നും നടക്കത്തില്ല. അവൾക്കും പറയത്തുമില്ല, തേജോട്ടൻ അറിയത്തുമില്ല. ഓ, അപ്പൊ ഇന്നും അത് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും ഇതുവരെ അവള് നടത്തി തന്നിട്ടില്ല. ഈ ഒരു കാര്യമെങ്കിലും ഞാൻ എന്റെ മരുമകനായിട്ട് തേജുവിനെ കണ്ടുപോയി. ആ സ്ഥാനം ഞാൻ ആർക്ക് കൊടുക്കാനാ? ഈ അമ്മ. എന്നാ അമ്മ ഒരു കാര്യം ചെയ്യും, അവളോട് പോയി പറ, അവൾ അതുപോലെ ചെയ്യും. അയ്യോ, അത് വേണ്ട. അവള് കരുതി ഞാൻ അവളെ പ്രണയിക്കുന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയെന്ന്. എന്തിനാ വെറുതെ? എന്നാ പിന്നെ അമ്മയ്ക്ക് അങ്ങ് തുറന്ന് പറഞ്ഞൂടെ തച്ചുന്റെ അടുത്ത്? അന്ന് ഞാൻ മുറി വൃത്തിയാക്കാൻ കയറിയപ്പോ തേജുവിന്റെ ഒരു ഫോട്ടോ കിട്ടി. ഫോട്ടോ ഇല്ല, അവള് തന്നെ പെയിന്റ് ചെയ്ത ഒരു ചിത്രം. ആദ്യമൊക്കെ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, ഇവനെ കുറിച്ച് അറിയാത്തതുകൊണ്ട്. പക്ഷെ എല്ലാരും പറയെ എനിക്ക് അവനെ എന്തോ വല്ലാണ്ടങ്ങ് ഇഷ്ടമായി. അന്ന് ഞാൻ ഉറപ്പിച്ചതാ, എനിക്ക് മരുമകനാവണമെങ്കിൽ അവൻ തന്നെ ആവണമെന്ന്. അച്ഛനറിയുമ്പോ എന്തായാലും ഒരു കാര്യം ഉറപ്പാമേ, ഒരു ഡിവോഴ്സ് അമ്മയും അച്ഛനും തമ്മിലുള്ള. അകത്ത് പോയി അച്ഛന്റെ അമ്മയും ഡിവോഴ്സ് കാണാൻ നിൽക്കുന്നത്. ഓ ഈ തള്ള. എന്റെ കൃഷ്ണ, നീ തന്നെ ഒരു വഴി കാട്ടിത്തരണേ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എന്റെ മോക്ക്
ഇതിന്റെ കൂടെ ഒരു നല്ലൊരു പുരുഷനെ കിട്ടത്തില്ല ഭർത്താവായിട്ട്. അതുകൊണ്ട് നീ തന്നെ ഒരു വഴി കാണിച്ചു തരണേ. എന്റെ പൊന്നു തക്ഷം, നീ എന്നെങ്കിലും നീ നിന്റെ ഇഷ്ടം തേജോട്ടനോട് തുറന്നു പറ, ഇല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. ചെന്ന് പറയണേ. അത് പിന്നെ എനിക്ക് വയ്യ തരണേ. ചിലപ്പോ തേജസ്സേട്ട എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെങ്കിലോ? വേണ്ട, ഇഷ്ടം അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇത് പെണ്ണെ, നീ കളിക്കരുത്, ഒന്ന് പോയി പറ. വേണ്ട, നീ ഒന്ന് വന്നേ, നമുക്ക് വീട്ടിൽ പോകാം. എടി നീ. ഹലോ, ഒരു മിനിറ്റ് തരണി, എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം, ഒന്ന് വരാമോ? എന്നോടോ? എന്തായിട്ടാ? താനൊന്ന് വന്നേ, എനിക്ക് തന്നോട് പേഴ്സണൽ ആയിട്ടാണ് സംസാരിക്കാനുള്ളത്. വാ, അങ്ങോട്ട് മാറി നിൽക്കാം. ആ ശരി ഏട്ടാ. ബാലക്ഷം, നമുക്ക് പോവാം. അല്ല തന്നെ തേജസ്സേട്ട് എന്തിനാ വിളിച്ചേ? ഓ അതൊന്നുമില്ല, പുള്ളി ഒരു പ്രണയത്തിന്റെ അതിർവരമ്പ് കാണിക്കാൻ വിളിച്ചത്. ഞാൻ ആ വരമ്പങ്ങ് ഖേദിച്ചു വിട്ടു. ഇതെന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എത്താടി? അത് നിനക്ക് അറിഞ്ഞേ പറ്റുമെന്നുണ്ടെങ്കിൽ പറയാം. അതെ, നമുക്ക് തേജസ്സേട്ടന് പ്രണയം, അത് തന്നെ. നീ വാ, നമുക്ക് പോകാം. പ്രണയമോ? ആരോട്? എപ്പോ? തെളിച്ചൊന്ന് പറയണേ. അതൊന്നുമില്ല, നീ ഇങ്ങോട്ട് വന്നേ, വീട്ടിൽ പോയിട്ട് ഒരുപാട് പണിയുണ്ട്. ഡീ, മനസ്സമാധാനം പോയല്ലോ ഈശ്വര. തേജസ്സേട്ടൻ ആരെയാ പ്രണയിക്കുന്നേ? ആരായിരിക്കും? ഡീ, നീ വരുന്നുണ്ടോ അതോ ഞാൻ പോകണോ? ആ വരുന്നു. എന്ത് പറ്റി ദക്ഷം? നിനക്ക് കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നത്തെ പോലെ വലിയ സന്തോഷമൊന്നുമില്ല. അത് പിന്നെ കുറച്ചു ദിവസമായില്ലേ തേജസ്സേട്ടനെ കാണുന്നില്ല, ഒരു വിവരമില്ല. എനിക്കെന്തോ ഹോ അത് ആലോചിച്ചിട്ടാണോ നിന്റെ മോഹം ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്കിപ്പോ എന്താണ് തേജേട്ടൻ ഇവിടെ എന്ന് അറിയണം, അത്രയേ ഉള്ളൂ. വാ, നമുക്ക് ഇരിക്കണ ആ കോഴിയോട് പോയി ചോദിക്കാം. വാ. അത് വേണോ? പുള്ളി തെറ്റിദ്ധരിച്ചാലോ? തെറ്റിദ്ധരിക്കാലോ? ഒരാളെ കാണാനില്ല, എവിടെയാണെന്ന് തിരക്കണം. അതിനിപ്പോ ഇത്ര വലുതായിട്ട് തെറ്റിദ്ധരിക്കാൻ എന്താണത്? നീ വന്ന് വന്നേ. എന്നാലും ഒരു കൊന്നാലുമില്ല, നീ ഒന്ന് വന്നേ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്താ, ഒന്നോ രണ്ടോ ഈ 1000 കാര്യം വേണമെങ്കിൽ ചോദിക്കും. ഞാൻ ചോദിക്കേണ്ടെന്ന് ആരടുത്തും പറഞ്ഞില്ലല്ലോ. എത്ര വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തൽക്കാലം ഈ ഒരു ചോദ്യത്തിന് മറുപടി താ. അയ്യടാ, നീ ചോദിക്കുമ്പോൾ മറുപടി തരാൻ ഞാനാണ് നിന്റെ ഉത്തരക്കടലാസ്. ഓ, അതിനിത്തിരിയെങ്കിലും വിലയുണ്ട്. അല്ലാതെ തന്നെ പോലെ ആൾത്തറയെ കുത്തിയിരിക്കുകയല്ല ചെയ്യുന്നത്. പെണ്ണെ, വേണ്ട കേട്ടോ, അമ്പലപ്രദേശമായി പോയി. ഇല്ല, നിന്റെ വായിന്ന് നീ വല്ലത് കേൾക്കും. താനെന്താ എന്നെ പിടിച്ചു വീഴുന്നു? അതേടി, വേണമെന്ന് വെച്ച് ഞാൻ പിടിച്ചു വീഴുന്നു. എന്തേ, ഇതിലും കുഴപ്പമുണ്ടോ? താൻ പോടോ കാട്ടുകോഴി. കാട്ടുകോഴി നിന്റെ ഒന്ന് പോയി എടുക്കണ്ടേ? ഇത് തരുണി, നീ ഒന്ന് നിർത്തിക്കേ. നമുക്ക് പോവാം. നീ ഒന്ന് മിണ്ടാതിരുന്നേ ദക്ഷു, ഈയോളാ ഞാനിന്ന്. പെണ്ണെ, ഈ പൂച്ചയ്ക്ക് പരിണാമം സംഭവിച്ചാൽ ഒന്ന് വിളിച്ചോണ്ട് പോ. പൂച്ചയ്ക്ക് പരിണാമം സംഭവിച്ചത് നിന്റെ മറ്റവളാണോ? താനൊന്ന് പോയിടാ. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് ക്ഷമിക്ക്. ഇവക്ക് വേണ്ടിട്ട് ഞാൻ ശവലോദിക്കുന്നു. നീ ഇന്ന് വന്നേ, നമുക്ക് പോവാം. ആ, കൊണ്ടുപോക്കോ. നീ പോടോ ഫോറസ്റ്റ് എന്നെ. പെണ്ണെ, നീ ഒന്ന് വന്നേ. അല്ല, നീ എന്താ ചോദിക്കാൻ വന്നത്? അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. അപ്പൊ ഫോറസ്റ്റ് എന്നെ ഒടുക്കത്തെ ചാടാ. നീ ഒന്ന് വാ അടച്ചു വെക്ക്. ഞാൻ നിന്നോടല്ല ചോദിച്ചത്. എടോ, താൻ പറയടോ, എന്താ പറയാനുള്ളത്? അത് പിന്നെ ഒന്നുമില്ലേട്ടാ, ഇവള് വെറുതെ ഒന്നുമില്ല. തേജുവേട്ടനെ ഇപ്പൊ കാണാനില്ലല്ലോ, അത് ചോദിക്കാൻ വന്നതാ. അപ്പോഴതാ കടിച്ചു കയറാൻ വന്നത്. അതെ, ഞാൻ ആരെയും കടിച്ചു കയറാൻ വന്നിട്ടില്ല. പിന്നെ എന്നോട് എങ്ങനെയാണോ അതുപോലെ തിരിച്ചും ചെയ്യുള്ളൂ. തേജസിന്റെ കാര്യമാണോ? അവന് കുറച്ച് തിരക്കിലായിരുന്നു. ഇന്നലെ നാട്ടിൽ തിരിച്ചെത്തിയതേ ഉള്ളൂ. അതാണ് കാണാത്തത്. അല്ലാതെ അല്ല, നിങ്ങളെന്തിനാ തേജസിനെ തിരക്കുന്നത്? ആ, കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ തിരക്കിയത്. എന്ത് സംസാരിക്കാൻ? അന്നില്ലേട്ടാ, ഇവിടെ വെറുതെ തമാശക്ക് പറഞ്ഞതാ. ഇവിടെ കാണാനിട്ടാ തിരക്കിയത്. ഓ അങ്ങനെ. അല്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവനോട് വേഗം പറഞ്ഞു. 2 മാസം കഴിഞ്ഞാൽ അവരെ പിന്നെ പിടിച്ചാ കിട്ടില്ല. അതെന്താ, പുള്ളിക്കാരൻ നാട് വിട്ടു പോകാൻ പോവാണോ? ഹേയ്, നാട് വിട്ടൊന്നുമല്ല പോകുന്നത്. എന്തായാലും കെട്ടിയിടാൻ പോവാ. അവന്റെ കല്യാണമാ ഉടനെ തന്നെ.
അതുകൊണ്ടാ പറഞ്ഞത്. എന്തെങ്കിലും പറയുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളാം. 2 മാസത്തിനുള്ളിൽ എല്ലാം ശരിയാവുമെന്നാ പറഞ്ഞതവൻ. കല്യാണം? ആ, കല്യാണം. എന്താ കേട്ടിട്ടില്ലേ? ശരി എന്നാ ഡേ, നീ വാ, നമുക്ക് പോകാം. ആ, വന്നവരുണ്ട്. എന്താ മോളെ വൈകിയത്? ഓ, അത് പിന്നെ അമ്മ അമ്പലത്തിന്റെ ചുറ്റുവിളക്ക് നേർച്ച ഉണ്ടായിരുന്നു. അവിടെ നേർച്ചയ്ക്ക് വന്നവരെയൊക്കെ തച്ച് സഹായിക്കുമായിരുന്നു. അതാ വൈകിയത്. ഓ, അതാണ്. അല്ല, എന്താ മോളുടെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ലമ്മ, അതെ നടന്നതുകൊണ്ടൊക്കെ ക്ഷീണിച്ച്. ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ആ, മോള് ചെന്ന് റെസ്റ്റ് എടുക്ക്. ചെല്ല്. എന്തു പറ്റി തരണേ അവളെ മോഹം വല്ലാണ്ടിരിക്കുന്നത്? അത് പിന്നെ അമ്മ, എന്റെ കൃഷ്ണ അവർക്ക് വല്ലാണ്ട് സങ്കടമായി കാണും. തരണി, നീ ചെല്ലവളെടുത്ത്. എന്റെ കുട്ടി കരയുന്നുണ്ടായിരിക്കും. ചെല്ലു മോളെ. ആ അമ്മേ, ഞാൻ ചെല്ലാം. இங்கே ஒரு இன்பம் வந்து நிறைய எப்போது என் மனிலை அறிய தாங்காமலும் தூங்காமலும் நாள் செல்லதே இல்லாமல் நித்து வரும் கனவு கொல்லா. തക്ഷു, എന്താടി? എന്തെയ്യോ? കരയോന്നോ? ഏയ്, കരയുന്നല്ല. എന്നോടാണോ നിന്റെ കള്ളം പറിച്ചില്ലേ? ഏയ് അല്ലടി, സാരല്ലടി, നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിക്കേ. അല്ലേലും ഞാൻ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ നേടിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതും അങ്ങനെ, അത്രേ ഉള്ളൂ. നോക്ക്, നിനക്ക് വേണ്ടിട്ടാ ഞങ്ങൾ ജീവിക്കുന്നത്. നീ അമ്മയെ കണ്ടോ? നിന്റെ മോഹം ഒന്ന് പാടിയ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാ. അതുകൊണ്ട് നീ അമ്മയെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. ഇല്ലടി, ഞാൻ ഓക്കെയാ, എനിക്ക് സങ്കടമൊന്നുമില്ല. അങ്ങനെ ഇരുന്നാ നിനക്ക് കൊള്ളാം. നീ ഒന്ന് ഫ്രഷ് ആയിട്ട് താഴോട്ട് വാ. ശരി, നീ പൊക്കോ. എനിക്ക് മാത്രം എന്താ ദൈവം ഇങ്ങനെ? ആഗ്രഹിച്ചൊന്നും ഞാൻ എന്നേ വരെ നേടിയിട്ടില്ല. കൈവെള്ളയിൽ എത്തിയിട്ടും എല്ലാം നഷ്ടമായി. ചിലപ്പോ ശരിയാകും. നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലല്ലോ ദൈവം നമുക്ക് നൽകുന്നത്. എന്റെ വിധി അതങ്ങനെ നടക്കട്ടെ. എല്ലാം എന്റെ വിധിയാ. അങ്ങനെ ആവട്ടെ. ഉഭയകുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശത മുദ മന ശുഭ സുമന ലയിവ സുസുത സഹിത കാമം വിരഹ രഹിത ഭാവം ആനന്ദ ഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥ സിദ്ധിം കാമയേ. ഓയ് എന്റെ ഭാര്യയെ, നീ ഇത് എന്താ ആലോചിച്ചിരിക്കുക? ചേച്ചി, എന്തൊക്കെയാ നടക്കുന്നത്? എന്താ നടക്കുന്നത് ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവണില്ല. പറ. എല്ലാം ഒരു വിധിയല്ലേ തക്ഷു? വിധിയോ? ഈ 5 മാസത്തിനിടയിൽ എന്തൊക്കെയാ നടന്നത്? തേജസ്സേട്ടന് കല്യാണമാണെന്ന് പറഞ്ഞു. എനിക്കിതാ ഇപ്പൊ കല്യാണം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല തേജസ്സേട്ടനാണ് എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞതെന്ന്. അതാ ഞാൻ ചോദിക്കുന്നത്, എന്താ നടന്നത്? പെട്ടെന്ന് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അതിന്റെ ത്രില്ല് നഷ്ടാവില്ലേ എന്റെ ഭാര്യയെ? അതൊക്കെ പയ്യെ സമാധാനത്തില് ഞാൻ പറയാം. നീ ഇപ്പൊ ഇങ്ങ വന്നേ. പറ്റില്ല, ഞാൻ വരില്ല. ഇതിന്റെ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ
ഞാൻ തേജസ്സേട്ടൻ്റെ അടുത്ത് വരൂ. ഓ, ഫസ്റ്റ് നൈറ്റിൽ തന്നെ നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടുവാണല്ലോ അടി. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ ഇങ്ങ് വന്നേ. തേജസ്സേട്ടാ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്നെ അറിഞ്ഞിട്ടും എന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ടൊക്കെ തന്നെയാണോ തേജസ്സേട്ടൻ ഇതിന് സമ്മതിച്ച്? എന്റെ ഭാര്യ, ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ്. നീ വന്നേ. ഹലോ, മൊത്തത്തിൽ കലങ്ങില്ലല്ലേ? എന്തായാലും അവര് ഫസ്റ്റ് നൈറ്റ് നടക്കട്ടെ. ആ 5 മാസത്തിനിടയിൽ എന്തൊക്കെ നടന്നു നമുക്കറിയണ്ടേ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അതിനല്ലേ 2 ഷോട്ടാണെന്ന് പറഞ്ഞത്. കുറച്ച് കാത്തിരിക്കടോ, ഞാൻ വരാം. ബൈ, ടേക്ക് കെയർ.